ചരിത്രം എല്ലാവർക്കും അവസരം കൊടുക്കും, പക്ഷെ ചരിത്രം എല്ലാവരെയും തിരഞ്ഞെടുക്കുകയുമില്ല. എന്നാൽ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഏത് പ്രതികൂലാവസ്ഥയിലും എഴുന്നേറ്റ് നിന്ന് മുന്നോട്ട് നടക്കുന്നവനെ മാത്രമേ ചരിത്രം തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചരിത്രം തിരഞ്ഞെടുത്തത് സാക്ഷാൽ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ ആയിരുന്നു. ബെല്ലിംഗ്ഹാമിന്റെ ഇൻസ്പയറിംഗ് സ്റ്റോറി കേൾക്കുന്നതിന് മുമ്പായി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നുപോലെ. ഇംഗ്ലണ്ട് ഇന്ന് പിന്നിലായിരുന്നു. സ്റ്റേഡിയം മുഴുവൻ സമ്മർദ്ദം, രാജ്യം മുഴുവൻ കാത്തിരുന്നു. അപ്പോൾ ബോൾ ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു, ജൂഡ് ബെല്ലിംഗ്ഹാം. ഒരു ഗോൾ, പിന്നെ വീണ്ടും ഒരു ഗോൾ. മാച്ച് മാറി, ഇംഗ്ലണ്ട് എഴുന്നേറ്റു, ഒരു രാജ്യം വീണ്ടും വിശ്വസിച്ചു. ബ്രമിംഗ്ഹാമിൽ നിന്ന് ഡോർട്ട്മുണ്ട്, റിയൽ മാഡ്രിഡ് ജേഴ്സികൾ മാറി, പക്ഷെ ബെല്ലിംഗ്ഹാമിന്റെ മെന്റാലിറ്റി ഒരിക്കലും മാറിയില്ല. പ്രായം വെറും 22, ഉത്തരവാദിത്തം ഒരു രാജ്യത്തിൻ്റെതായിരുന്നു. ബെല്ലിംഗ്ഹാം അടിച്ച ഗോൾ കണ്ടപ്പോൾ ഒരു മനുഷ്യൻ കൈയടിക്കുന്നുണ്ടായിരുന്നു. അത് സാക്ഷാൽ ഡേവിഡ് ബെക്കാം ആയിരുന്നു. കാരണം ഒരു ലെജൻഡിന് അടുത്ത ലീഡറിനെ തിരിച്ചറിയാൻ കൂടുതൽ സമയം വേണ്ട. ബെല്ലിംഗ്ഹാം നമ്മളെ പഠിപ്പിക്കുന്നത് ടാലന്റ് നിന്നെ ടീമിലെത്തിക്കും, ക്യാരക്ടർ നിന്നെ ചരിത്രത്തിലെത്തിക്കും. ജൂഡ് ബെല്ലിംഗ്ഹാം തെളിയിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. പ്രഷർ ഒരിക്കലും ഒരു ലീഡറിനെ തകർക്കില്ല, പകരം ഒരു ലീഡറിന് ജന്മമാണ് നൽകുന്നത്. ബെല്ലിംഗ്ഹാമിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? കോമന്റിൽ പറയൂ. കൂടെ ഡോക്ടർ സെയിൽസിനെ ഫോളോ ചെയ്യാൻ മറന്നുപോലെ.